സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു MR ഫിസിക്സ് ട്യൂട്ടോറിയൽ. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കിർച്ചോഫ്സ് റൂൾസ്. കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് അനലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് റൂളുകളാണ് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജംഗ്ഷൻ റൂൾ പഠിക്കാം. ജംഗ്ഷൻ റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഇൻ എ സർക്യൂട്ട് ടോട്ടൽ കറന്റ് എൻറ്ററിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ലീവിംഗ് ഫ്രം ദാറ്റ് ജംഗ്ഷൻ. നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ടോട്ടൽ കറണ്ടും ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്തു പോകുന്ന ടോട്ടൽ കറണ്ടും ഈക്വൽ ആയിരിക്കും. ഇവിടെ നിങ്ങളൊരു സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സെല്ലുണ്ട്, അതേപോലെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് പറയാം ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ 3 ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലെ. FGAB എന്ന് പറയുന്ന ഒന്നാമത്തെ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിൽ ഒരു സെല്ലും അതേപോലെ ഒരു റെസിസ്റ്ററും കണ്ടിട്ടുണ്ട്. ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R1 ആണ്. സെല്ലിന്റെ EMF ക്യാപിറ്റൽ E ആണ്. സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു, എടുക്കുന്നില്ല. FB അത് വേറൊരു ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ചിൽ ഒരു റെസിസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിന്റെ റെസിസ്റ്റൻസ് R2 ആണ്. അതേപോലെ FDCB എന്നത് വേറൊരു ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ചിൽ അതേപോലെ ഒരു റെസിസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിന്റെ റെസിസ്റ്റൻസ് R3 ആണ്. ഈ 3 ബ്രാഞ്ചസും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ ബ്രാഞ്ചും അതേപോലെ രണ്ടാമത്തെ ബ്രാഞ്ചും മൂന്നാമത്തെ ബ്രാഞ്ചും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് B. അതേപോലെ ഈ 3 ബ്രാഞ്ചും മീറ്റ് ചെയ്യുന്ന വേറൊരു പോയിന്റ് ആണ് F. അപ്പോൾ ബിയും എഫും നമുക്ക് പറയാം ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ 2 ജംഗ്ഷനുകളാണ്, ബിയും എഫും. ഇനി നോക്കുക, എന്താണ് ജംഗ്ഷൻ റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്. ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടും എത്തിച്ചേരുന്ന ടോട്ടൽ കറണ്ടും ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്തു പോകുന്ന ടോട്ടൽ കറണ്ടും ഈക്വൽ ആയിരിക്കും. ബി എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടാണ് ആര്? I1. ബിയിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്ന കറണ്ടാണ് ആരൊക്കെ? I2ഉം I3യും അല്ലെ. ബി എന്ന ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടാണ് I1, എന്നാൽ I2ഉം I3യും ബിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കറണ്ടുകളാണ്. എന്താ പറയുന്നത്? ടോട്ടൽ കറന്റ് എൻറ്ററിംഗ് അറ്റ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ലീവിംഗ് ഫ്രം ദ ജംഗ്ഷൻ. വാട്ട് ഈസ് ദ ടോട്ടൽ കറന്റ് എൻറ്ററിംഗ് അറ്റ് ദ ജംഗ്ഷൻ ബി? അത് I1 മാത്രമാണ്. I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ലീവിംഗ് ഫ്രം ദാറ്റ് ജംഗ്ഷൻ. I2ഉം I3യും ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്ത് പോകുന്ന കറണ്ടുകളാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? I2 plus I3. I1 equal to I2 plus I3. I1 is the current that is entering at the junction B, and I2 plus I3 is the sum of currents leaving from the junction B. Okay, ഇതാണ് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ. ഇനി എക്സാമിന് നമ്മളോട് ജംഗ്ഷൻ റൂൾ മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ സർക്യൂട്ട് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജംഗ്ഷൻ റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയതിനു ശേഷം ഒരു ഫിഗർ ഇവിടെ വരച്ചു കൊടുക്കുക. അതിങ്ങനെ വരച്ചാൽ മതി. നമ്മളൊരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു, O എന്ന് പറയുന്ന ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടുകളാണ് I1ഉം I2ഉം. ഈ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്തു പോകുന്ന കറണ്ടുകളായിട്ട് നമ്മൾക്ക് I3യെയും I4നെയും അതേപോലെ I5നെയും കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷൻ റൂൾ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ കറന്റ് എൻറ്ററിംഗ് അറ്റ് O I1 plus I2 is equal to total current leaving from O I3 plus I4 plus I5. I3 plus I4 plus I5. ഇങ്ങനെ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇതാണ് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ ആണ്. എന്താണ് ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. The algebraic sum of change in potentials over a closed loop is equal to 0. In a circuit, the algebraic sum of change in potentials over a closed loop is equal to 0. ഒരു സർക്യൂട്ടിലെ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽസിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ടോട്ടൽ സം 0 ആയിരിക്കും. സം ഓഫ്
പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. അതാണ് കിർച്ചോഫിന്റെ ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്. ഒരിക്കൽ കൂടി പറയാം. algebraic sum of change in potentials എന്ന് പറഞ്ഞാൽ potential differences over any closed loop is equal to 0. ഇതാണ് കിർച്ചോഫിന്റെ ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് നമുക്ക് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. അതിന് ഈ സർക്യൂട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് പറയാം എ ബി എഫ് ജി എ ഇതൊരു ലൂപ്പാണ്. ബി സി ഡി എഫ് ബി ഇത് വേറൊരു ലൂപ്പാണ്. എ സി ഡി ജി എ അത് വേറൊരു ലൂപ്പാണ്. ഒന്നാമത്തെ ലൂപ്പ് ഏതാണ്? എ ബി എഫ് ജി എ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ലൂപ്പിൽ എന്തൊക്കെയാണുള്ളത്? സെല്ലുണ്ട്, അതിന്റെ ഇ എം എഫ് ഇ ആണ്. R1 റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ഉണ്ട്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. R2 റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ഉണ്ട്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. ഈ ഒരു ലൂപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏത് ലൂപ്പിൽ? എ ബി എഫ് ജി എ എന്ന് പറയുന്ന ലൂപ്പിൽ. എന്താണ് ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? ഈ ഒരു ലൂപ്പില് പൊട്ടൻഷ്യൽ ഡിഫറൻസസിന്റെ ടോട്ടൽ സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ്, സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽസ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും എന്നാ പറയുന്നത്? ഈസ് ഈക്വൽ ടു 0. 0 ആയിരിക്കും. സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഈ ലൂപ്പിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ ലൂപ്പിൽ സെല്ല് ഉണ്ടെങ്കിൽ ഈ സെല്ലിന്റെ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് നെഗറ്റീവ് ടെർമിനലിനും പോസിറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എത്രയാണ്? അത് സെല്ലിന്റെ ഇ എം എഫ് ആണ്. അത് ഞാൻ ക്യാപിറ്റൽ ഇ എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതാണ്? സെല്ലിന്റെ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം ഈ ലൂപ്പിൽ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെല്ലിന്റെ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എത്രയാണ്? ക്യാപിറ്റൽ ഇ ആണ്. പിന്നെ ഈ ലൂപ്പിൽ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം. റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R1 ആണ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ പ്രകാരം ഈ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അത് I1 ഇൻറ്റു R1 ആണ്. അതാണ് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മൂന്നാമത് ഇതിൽ വേറൊരു റെസിസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇതിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്, റെസിസ്റ്റൻസ് R2 ആണ്. അപ്പൊ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്? I2 ഇൻറ്റു R2 ആണ്. ഈ മൂന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസുകളുടെ സമ്മ് 0 ആയിരിക്കും. ഇതാണ് ലൂപ്പ് റൂൾ പറയുന്നത്. പക്ഷേ ഈ മൂന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എടുത്തപ്പോൾ നമ്മൾ ഇതിന് സൈൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ലൂപ്പിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈൻ. അതായത് പോസിറ്റീവ് സൈൻ ആണെങ്കിലും നെഗറ്റീവ് സൈൻ ആണെങ്കിലും. അതായത് ഞാൻ ഈ ലൂപ്പിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. അതായത് ഈ ഒരു ഓർഡറിലാണ് ഞാൻ എടുക്കുന്നത് വിചാരിക്കുക. എ ബി എഫ് ജി എ എന്നുള്ള ഓർഡർ, എ ബി എഫ് ജി എ എന്ന ഓർഡറിലാണ് ഞാൻ ഈ ലൂപ്പിനെ അപ്രോച്ച് ചെയ്യുന്നത് കരുതുക. എ ബി എഫ് ജി എ എന്നുള്ള ഓർഡറിൽ. അപ്പൊ ഈ ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: എ ബി എഫ് ജി എ. ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. അത് നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ എ ജി എഫ് ബി എ എന്നാണ് എടുക്കേണ്ടത്. ഞാനിപ്പോ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്? എ ബി എഫ് ജി എ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യാം. ഞാൻ ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യം സെല്ലിന്റെ ഇ എം എഫ് നമുക്ക്, അല്ലെങ്കിൽ ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ സെല്ലിന്റെ ഇ എം എഫ് ഇ ആയിട്ട് എടുത്തു. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ എങ്ങനെ നോക്കുക? അപ്പൊ നമ്മൾ സെല്ല് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് സെല്ല്, അതിന്റെ ഇ എം എഫ് ഇ ആണ്. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ആണ് ഡയറക്ഷൻ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ എങ്കിൽ, നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ആണ് എടുക്കുന്നതെങ്കിൽ ഇ എം എഫ് നെഗറ്റീവ് ആയിരിക്കും. നേരെ തിരിച്ച്
നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇ എം എഫ് പോസിറ്റീവ് ആയിരിക്കും. നമ്മളിവിടെ പോകുന്നത്, ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തത് കൊണ്ട് നമ്മളിവിടെ പോകുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് എടുക്കുമ്പോൾ ഇ എം എഫ് എങ്ങനെയായിരിക്കും പറഞ്ഞത്? പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് സെല്ല്. ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. നമുക്ക് ഇവിടെ കാണാം, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഈ ഒരു ഓർഡറിലാണ് ഞാൻ പോകുന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെല്ലിന്റെ ഇ എം എഫ് ഞാൻ എന്തായാലും എടുക്കേണ്ടത്? പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇ എം എഫ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ. ഇനി റെസിസ്റ്ററിലൂടെ ഞാൻ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് റെസിസ്റ്റർ, ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഞാൻ മൂവ് ചെയ്യുന്നതും ഇതേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്ററിന്റെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ എങ്കിൽ, നമ്മളുടെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് സൈനാണ് കൊടുക്കേണ്ടത്? നെഗറ്റീവ് സൈൻ കൊടുക്കണം. അതായത് ഇവിടെ -I1R1 എന്നാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, I2 R2. I2 ഈ ഡയറക്ഷനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, നമ്മൾ ഈ ഡയറക്ഷനിൽ തന്നെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ I2ന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഡയറക്ഷനും I2ന്റെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരിക? -I2R2 എന്നാണ് വരിക. ഓക്കെ. ഇനി എന്താണ് ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽസ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. What are the change in potentials over this loop? Plus E, സെല്ലിന്റെ ടെർമിനലുകളിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, -I1R1 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, R1 റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, -I2R2 R2 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പ്ലസ് ഇ പ്ലസ് -I1R1 പ്ലസ് -I2R2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാ പറയുന്നത്? 0. അതായത് ഈ -I1R1 -I2R2 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഈ ലൂപ്പിൽ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. The sum of the algebraic sum of change in potentials over any closed loop is equal to 0. ഇവിടെ ആദ്യം സെല്ലിന്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ -E എടുക്കേണ്ടത്. നമ്മൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആയതുകൊണ്ട് +E എന്ന് എടുക്കണം. പിന്നെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് എടുക്കണം, അതുകൊണ്ട് -I1R1. ഇവിടെയും കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് -I2R2. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ഈ -I1R1 -I2R2 അത് എത്രയായിരിക്കും? അക്കോർഡിംഗ് ടു ലൂപ്പ് റൂൾ 0 ആയിരിക്കും. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാം, അതായത് BCDFB. ഓക്കെ. ഈ ലൂപ്പിൽ സെല്ലൊന്നും കണ്ടെയ്തിട്ടില്ല, പക്ഷെ രണ്ട് റെസിസ്റ്റേഴ്സ് കണ്ടെയ്തുണ്ട്, R3യും R2വും. R3യുടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3, അതേപോലെ R2യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. നിങ്ങൾ നോക്കുക, ഞാൻ ഈ ലൂപ്പിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അപ്രോച്ച് ചെയ്യുന്നത് വിചാരിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് ഈ ഓർഡറിലാണ് ഞാൻ ഈ ലൂപ്പിനെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് ഏത് രീതിയിലും അപ്രോച്ച് ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യാം. ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. എന്താണ് ഇവിടെ നമ്മൾ പറയുന്നത്? ഈ ലൂപ്പിലെ സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ ലൂപ്പിൽ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് കണ്ടെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് R2ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. അപ്പൊ R2ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? I2 × R2 ആണ്. ഞാൻ ഈ ഡയറക്ഷനിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് I2വും ഫ്ലോ ചെയ്യുന്നത്. നോക്കാം, ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് I2 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ അപ്രോച്ച് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് I2 എന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ I2 × R2 നമ്മൾ എന്തായാലും എടുക്കണം എന്നാണ് പഠിച്ചത്?
നെഗറ്റീവായിട്ട് എടുക്കണം. കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് ഞാനും പോകുന്നതെങ്കിൽ, ഞാൻ പോകുന്ന അതേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ അപ്ലൈ ചെയ്യണം. പിന്നെ ഈ റെസിസ്റ്റർ ആണുള്ളത്. ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, R3 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എത്രയാണ്? I3 R3 ആണ്. പക്ഷെ ഞാൻ ഇതിനെ ഈ ഡയറക്ഷനിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് I3 എന്ന് പറയുന്ന കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. I3 എന്ന കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അത് ഞാൻ അപ്രോച്ച് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് സൈനാണ് കൊടുക്കേണ്ടത്? പോസിറ്റീവ് സൈനാണ് കൊടുക്കേണ്ടത്. അപ്പൊ പ്ലസ് I3. ഓക്കെ, -I2R2 പ്ലസ് I3 R3. എന്തുകൊണ്ടാണ് പോസിറ്റീവ് സൈൻ കൊടുത്തത്? ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ എന്ത് പറയാം? I3 R3 മൈനസ് I2 R2 ഈസ് ഈക്വൽ ടു 0. ഇതാണ് BCDFB അല്ലെങ്കിൽ BFDCB എന്ന ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നു. അപ്പോഴെന്താണ് ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? ദി ആൾജിബ്രിക് സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽസ് ഓവർ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. The algebraic sum of change in potentials അല്ലെങ്കിൽ potential differences over any closed loop is equal to 0. അതാണ് ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഒരു ലൂപ്പിൽ സെൽ ഉണ്ടെങ്കിൽ ആ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ EMF തന്നെയാണ് ക്യാപിറ്റൽ E. നമ്മൾ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണെങ്കിൽ EMFന്റെ വാല്യൂ നെഗറ്റീവ് കൊടുക്കണം. നമ്മൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണെങ്കിൽ EMFന്റെ വാല്യൂ പോസിറ്റീവ് കൊടുക്കണം. അത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ EMFന്റെ വാല്യൂ പോസിറ്റീവ് കൊടുക്കണം. നമ്മൾ മൂവ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ EMFന്റെ വാല്യൂ നെഗറ്റീവ് കൊടുക്കണം. റെസിസ്റ്ററിന്റെ കേസിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് കൊടുക്കണം. നമ്മൾ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് കൊടുക്കണം. മാറിപ്പോകരുത്. നമ്മൾ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എങ്കിലാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? പോസിറ്റീവ് പൊട്ടൻഷ്യൽ എടുക്കേണ്ടത്. അപ്പൊ എന്താണ് ജംഗ്ഷൻ റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? The total current entering at a junction is equal to total current leaving from that junction. എന്താണ് ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്? The algebraic sum of change in potentials over a closed loop is equal to 0. ഇതാണ് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. ഓക്കെ, ബാക്കി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.